ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒത്തിരി മാസങ്ങൾക്ക് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും എന്നോട് ചോദിച്ചു തുടങ്ങി എന്താണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത്, അവരെ കാണാൻ ഇപ്പോൾ നോക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനോട് വീഡിയോ കാണാൻ ആൾക്കാരുണ്ടല്ലോ എന്നോ ഒരു ഇത് ഇവിടെ ഇസാക്ക് എൻ്റെ ഇടക്ക് കൂട്ടി പിടിക്കും. അപ്പം ഞാൻ ഓർത്തുന്ന വീഡിയോ എടുത്തേക്കാം. കുറേ കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ. ഒത്തിരി കാര്യങ്ങളൊക്കെ വന്നത് കാരണം കുറേ വീഡിയോസൊക്കെ പെൻഡിങ് ആയിപ്പോയി. ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇടാനായിട്ടൊന്നും പറ്റിയില്ല. അപ്പോഴത്തേക്ക് പിന്നെ മടിയായി. പിന്നെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ വന്നുപോയി. മെയിനായിട്ട് പറയാനാണെങ്കിൽ ഇസാക്കിന് ശേഷം ഞാൻ ഒന്ന് പ്രഗ്നൻ്റ് ആയതായിരുന്നു. അപ്പോൾ നമുക്കത് മിസ്കാരേജ് ആയിപ്പോയി. പിന്നെ ആ ഒരു ടെൻഷനും ആ ഒരു ഇതൊക്കെ മാറിക്കിട്ടാനൊക്കെ ആയിട്ട് കുറേ സമയമൊക്കെ എടുത്തായിരുന്നു. പിന്നെ അതിന് മുമ്പും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടി ആയപ്പോഴത്തേക്കും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഇത് കൈ അഴുക്കും മടിഞ്ഞ്. അതാണ് ഏറ്റവും വലിയ സംഭവം. മടി വന്ന് പോയി. പിന്നെ പിന്നീടാവട്ടെ എന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ ഓർത്ത് തന്നെ ഇനിയിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാം. ഇതൊക്കെ ഒരു രസമല്ലേ. ഒന്നിലെ നമ്മുടെ വീഡിയോസൊക്കെ നമുക്ക് പിന്നീടാണെങ്കിലൊക്കെ കാണുമ്പോൾ ഇപ്പം ഞാൻ ചെയ്ത നേരത്തെ വീഡിയോസൊക്കെ പിന്നെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു രസമായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ എന്നോർത്ത് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് തുടങ്ങുവാണ്. ഇപ്പം സൺഡേ ആണ്. സൺഡേ ഈവനിങ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി അങ്ങനെ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. തുടങ്ങാന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്തെങ്കിൽ പള്ളി ബീച്ച് വരുന്നവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ബീച്ചിൻ്റെ തൊട്ട് വടക്കേ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പാർക്കുണ്ട്. പിള്ളേർക്ക് ചെറിയൊരു പാർക്കാട്ടോ. കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ഈ പാർക്ക് നമുക്ക് വരാനൊക്കത്തില്ല. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഈ ഊഞ്ഞാല് റൗണ്ടിൽ കളിക്കുന്ന റൗണ്ടിലുള്ള കുറേ അവൻ പോയി കാട്ടിൽ വീണ് ഇങ്ങോട്ട് കൊണ്ടുവാ. അപ്പോൾ ഊഞ്ഞാലുണ്ട്. പിന്നെ ഈ സ്പ്രിങ്ങിലൊക്കെ കളിക്കുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതാണ് മെയിൻ. നമുക്കിങ്ങനെ ഇരിക്കാം. പക്ഷെ ഇപ്പൊ കാടാണ് കേട്ടോ. ഇപ്പൊ മെയിനായിട്ട് പ്രശ്നം വെച്ചാല് ഈ കാട് പിടിച്ചു പോയി. അത് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പേടിക്കുന്നതായിട്ടുള്ള കാടും കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് അവർ ക്ലീൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ലെന്നാ പറയുന്നത്. അപ്പം നമുക്ക് വൈകിട്ട് ഇവിടെ വന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ വൈകിട്ടത്തെ കുർബാന കഴിഞ്ഞിട്ട് ബീച്ചിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ. ഇപ്പം ഞങ്ങൾ 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇസാക്കിൻ്റെ ചേഞ്ച് ആയിക്കോട്ടെ. ഇസാക്കിനാകുമ്പോൾ കളിക്കാനും ഓടി നടക്കാനും ഒക്കെ ഒത്തിരി സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാം. ബീച്ചിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മണ്ണിൽ കിടന്നുള്ള കളിയല്ലേ. നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും കുഞ്ഞ്. അതെ, നമ്മുടെ കൺട്രോൾ വിട്ടുപോകും. പിന്നെ നമ്മൾ ആപ്പാട് അലമ്പാവും. അപ്പം നമ്മൾ ഈ പാർക്കിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് ഓർത്ത് വന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ട് എടുക്കുന്നത്. നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടാണ് വന്നത് കേട്ടോ. ഇപ്പോൾ സമൂസയും ഫ്രൂട്ടി എവിടെ ഫ്രൂട്ടിയും കൊണ്ട് വന്നു. ഇത് നല്ല കഴിച്ചോണ്ടെങ്കിൽ സമയം വേണം. ബാക്കിൽ ഇസാക്കുണ്ടതേ. സാക്കു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് സത്യം പറഞ്ഞാൽ നല്ലതാണല്ലേ. നമ്മൾ ചേഞ്ച് ചെയ്യും. നമ്മുടെ മൈൻഡിൽ നിന്ന് ഫ്രഷ് ആകാൻ കൊള്ളാം. എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് ബോറടി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും കുറഞ്ഞത് പുറത്തോട്ടിറങ്ങണം അല്ലേ. നമ്മുടെ ജോലി തിരക്കുകളുടെ ഏതെങ്കിലും ഒരു സമയം കിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങിയാൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പിള്ളേർക്കും. ഇവിടെ ഒരാൾ കാണുന്നില്ല. അതുണ്ട്. അതെന്ത് പണിയാ ഇസാക്കേ. ഓടിക്കോ. കൊള്ളാവാ ഇസാക്കേ. അവിടെ നോക്കി ഹായ്. ഹായ്.
നമുക്ക് ഇരിക്കാം. നമ്മൾ അന്തിരുന്ന് ഓർക്കണോ? നമ്മൾ അന്തിരുന്ന് ഓർക്കണോ? പാർക്കിൽ വന്നിട്ട് പിന്നെ ബീച്ചിൽ വന്നില്ലെങ്കിൽ മോശമല്ലേ. ബീച്ച് വന്നിട്ടുണ്ട്, പട്ടിങ്കൽ ബീച്ച്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ ഈവനിങ് വ്ളോഗാണ്, ചെറിയ കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്